നമ്മ കഴിഞ്ഞ മാസം മെയ് 23 നമ്മളെ മടിയൻകുലത്ത് കലശത്തിന് പോയിട്ടുണ്ടായിനെ. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലശോത്സവമാണ് നമ്മളെ മടിയൻകുലത്തെ കലശോത്സവം. നമ്മടെ എത്തി പുറത്ത് നിൽക്കുമ്പോഴത്തേക്കൊന്നും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. എന്നാലും മെല്ലെ ഒരു വിധത്തിൽ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് നല്ല തിരക്കാൻ അനുഭവപ്പെട്ടു. കാസർഗോഡ് ജില്ലത്തെ മൊത്തം ആൾക്കാർ മുടങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മ സംശയിച്ചു. അത്രയും തിരക്ക് നമുക്ക് ഉള്ളിലുണ്ടായിനി. നമ്മടെ എത്തി ഉള്ളിലൊരു മൂലക്ക് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ തേക്കോലങ്ങളെല്ലാം അരങ്ങിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയിട്ടുണ്ടായിനി. പ്രധാനമായിട്ടും 3 തേക്കോലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മടിയൻ ക്ഷേത്ര ബാലകണീശ്വരൻ, നടയിൽ ഭഗവതി, കാളയാത്രി അമ്മ എന്നിങ്ങനെ 3 തേക്കോലങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിനി. തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ തന്നെ കലശം അമ്പലത്തിന് ചുറ്റും വലം വെക്കാൻ വേണ്ടി തുടങ്ങി. കലശം അമ്പലത്തിന് ചുറ്റാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് തിരക്ക് നല്ലോണം കൂടി. ആൾക്കാർ ഉന്തും തള്ളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശം കൂടിയിട്ട് എല്ലാവരും സൗണ്ട് ആക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ ഉന്തും തള്ളലായിട്ട് ഒരു വിധത്തിൽ അമ്മ ആ സൈഡിൽ മൂലക്ക് ഇങ്ങനെല്ലാം കൂടി നിന്നു. അങ്ങനെ അമ്മ ഒരുവിധം അവിടെ കുറച്ച് സമയം നിന്നു. എന്നിട്ട് കലശെല്ലാം വെച്ചിട്ടാകുമ്പോൾ എല്ലാം അമ്പലം ഒന്ന് ചുറ്റി കണ്ടിട്ട് എല്ലാ തെയ്യത്തിനും എല്ലാം എടുത്തു പോയി കണ്ട് എല്ലാ തെയ്യത്തിനും ദർശനം മേടിച്ചിട്ട് നമ്മൾ നല്ല പുറത്തേക്ക് നടക്കാൻ വേണ്ടി നല്ല വന്നു. അപ്പോഴത്തേക്കാണ് ഒരു സമയം 6 മണി 6:30 അടുത്തേക്ക് ആയിനി. അങ്ങനെ നമ്മൾ തെയ്യെല്ലാം കണ്ട് മെല്ലെ അമ്പലത്തിൽ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് മെല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ വീട്ടിലേക്ക് വിട്ടു. അപ്പം മടിയൻകുലം കലശത്തിന് വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ.